ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 28 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡോക്ടർ മൻമോഹൻ സിംഗ് പാസ്റ്റ് അവേ അറ്റ് ദ ഏജ് ഓഫ് 92. അപ്പോൾ ഈ ന്യൂസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് അന്തരിച്ച ന്യൂസ് മിനിങ്ങാന്ന് വന്നതാണ്. സോ അന്തരിച്ചു. ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ കരിയർ എത്ര കൊല്ലം നീണ്ടു നിന്നതായിരുന്നു, കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലുണ്ട്, നെക്സ്റ്റ് പേജിലുണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നെക്സ്റ്റ് പേജിലും കൂടി ഇതിൻ്റെ ഇതുണ്ട്, കണ്ടിന്യൂഷൻ, ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഒരു പേജിലും കൂടി ഉണ്ട്. ഇനിയും ഒരു പേജും കൂടി ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഓക്കെ ഇല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഒസാമു സുസുക്കി, ഫോർമർ സുസുക്കി ചെയർമാൻ, ഡൈസ് ഏജ്ഡ് 94. അപ്പോൾ മുൻ സുസുക്കി ചെയർമാൻ ആയിരുന്ന ഒസാമു സുസുക്കി അന്തരിച്ചു എന്നാണ്. 2 ഒബീച്വറി ന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. India's defense exports touched record 21,083 crore rupees in 2023-24, marks 32.5% growth. അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്സ് റെക്കോർഡ് ടച്ച് ചെയ്തിരിക്കുകയാണ്. 21,083 crore റുപ്പീസാണ് ആയിരിക്കുന്നത് ഡിഫൻസ് എക്സ്പോർട്സ്, അത്രയും രൂപയുടെ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗൗതം അദാനി ലോഞ്ചസ് ന്യൂ റിന്യൂവബിൾ എനർജി ബ്രാൻഡ് ക്യാമ്പയിൻ. അപ്പോൾ ഗൗതം അദാനി പുതിയ റിന്യൂവബിൾ എനർജി ബ്രാൻഡ് ക്യാമ്പയിന് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. അദാനി ഗ്രൂപ്പ് അൺവെയിൽഡ് എ ന്യൂ അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ടൈറ്റിൽഡ് ദ ഫാൻ വിൽ കം ദെൻ ഇലക്ട്രിസിറ്റി വിൽ കം ടു പ്രൊമോട്ട് ഇറ്റ്സ് റിന്യൂവബിൾ എനർജി ഇനീഷ്യേറ്റീവ്സ്. The campaign shared on social media by Chairman Gautam Adani reflects the group's commitment to a sustainable future. അപ്പോൾ ഗൗതം അദാനിയാണ് ലോഞ്ച് ചെയ്തത്, റിന്യൂവബിൾ എനർജി ബ്രാൻഡ് ക്യാമ്പയിന് ലോഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡോക്ടർ സന്ദീപ് ഷാ അപ്പോയിൻറ്റഡ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് NABL QCI. അപ്പോൾ ഡോക്ടർ സന്ദീപ് ഷാ അപ്പോയിൻറ്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് NABL QCI അപ്പോയിൻറ്റ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിക്കാം. NABL എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ QCI ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഡോക്ടർ സന്ദീപ് ഷാ, ആൻ എമിനൻറ്റ് മെഡിക്കൽ പ്രൊഫഷണൽ ആൻഡ് വിഷണറി ലീഡർ, ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബോറട്ടറീസ്, എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ബോർഡ് ഓഫ് ദ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI ഫോംസ് പാനൽ ടു ഡെവലപ്പ് എത്തിക്കൽ AI ഫ്രെയിംവർക്ക്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിക്കൽ AI ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൽ ഫോം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഫോംഡ് 8 മെമ്പർ കമ്മിറ്റിയാണ് ടു ക്രിയേറ്റ് എ ഫ്രെയിംവർക്ക് ഫോർ റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ദ ഫൈനാൻഷ്യൽ സെക്ടർ. Led by Professor Pushpak Bhattacharya from IIT Bombay's Department of Computer Science and Engineering, the committee will study the current adoption of AI in financial services globally, and in India it will also examine the regulatory and supervisory practices related to AI in financial sector worldwide. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ 8 മെമ്പർ കമ്മിറ്റി ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ദേബാഞ്ചി ഘോഷ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നോവേഷൻ ഹബ്ബ്. ബൽറാം രവീന്ദ്രൻ, ഹെഡാണ്. വാദ്വാനി സ്കൂൾ ഓഫ് ഡാറ്റാ സയൻസ് ആൻഡ് AI, IIT മദ്രാസ്. പിന്നെ അഭിഷേക് സിംഗ് ആണ് അഡീഷണൽ സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ രാഹുൽ മതൻ പാർട്ട്ണർ ഓഫ് ട്രൈ ലീഗലാണ്. പിന്നെ
അഞ്ജനി റാത്തോർ ഗ്രൂപ്പ് ഹെഡ് ആൻഡ് ചീഫ് ഡിജിറ്റൽ എക്സ്പീരിയൻസ് ഓഫീസറാണ് HDFC ബാങ്കിൻ്റെ. പിന്നെ ശ്രീഹരി നാഗരാളു ഹെഡ് ഓഫ് സെക്യൂരിറ്റി AI റിസർച്ച് മൈക്രോസോഫ്റ്റ് ഇന്ത്യ ആണ്. പിന്നെ സുവേന്ദു പാട്ടി CGM ഓഫ് ഫിൻടെക് ഡിപ്പാർട്ട്മെൻറ്റ് RBI ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NVIDIA ഇൻട്രൊഡ്യൂസസ് ജെറ്റ്സൺ ഓറിൻ നാനോ സൂപ്പർ. ഇറ്റ്സ് എ മോസ്റ്റ് അഫോർഡബിൾ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ NVIDIA ഗ്രാഫിക്സ് കാർഡ് മാനുഫാക്ചററാണ് മെയിനായിട്ടുള്ളത് അവരുടെ ബിസിനസ്. അപ്പോൾ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ, മോസ്റ്റ് അഫോർഡബിൾ ഓറിൻ നാനോ സൂപ്പർ. ഇറ്റ്സ് എ മോസ്റ്റ് അഫോർഡബിൾ സൂപ്പർ കമ്പ്യൂട്ടറാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. NVIDIA ഹാസ് അൺവെയിൽഡ് ദ ന്യൂ ജെറ്റ്സൺ ഓറിൻ നാനോ സൂപ്പർ ജനറേറ്റീവ് AI സൂപ്പർ കമ്പ്യൂട്ടർ. ഇറ്റ്സ് മോസ്റ്റ് അഫോർഡബിൾ സോ ഫാർ വിത്ത് എ പ്രൈസ് ടാഗ് ഓഫ് $249 ഡൗൺ ഫ്രം $499. $499 ആണ് ഉണ്ടായിരുന്നത്, 249 ആയി ചുരുങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബാൾഡ് ഈഗിൾ ഒഫീഷ്യലി ഡിക്ലെയർഡ് US നാഷണൽ ബേർഡ് ആഫ്റ്റർ 250 years. അപ്പോൾ ബാൾഡ് ഈഗിൾ ഒഫീഷ്യലി ഡിക്ലെയർ ആയി US നാഷണൽ ബേർഡായിട്ട് ആഫ്റ്റർ 250 yearsന് ശേഷം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ ബാൾഡ് ഈഗിൾ ഇസ് നൗ ഒഫീഷ്യലി ദ നാഷണൽ ബേർഡ് ഓഫ് US ആഫ്റ്റർ പ്രസിഡന്റ് ജോ ബൈഡൻ സൈൻഡ് എ ലോ ഓൺ ക്രിസ്മസ് ഈവ് bestowing the honor upon the white-headed and yellow-beaked bird of prey. The bird has been a national emblem in the US for years, appearing on the Great Seal of the US, used on US documents since 1782. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആഫ്റ്റർ ഓസ്ട്രേലിയ, 2 UK യൂണിവേഴ്സിറ്റീസ് പ്ലാൻ ഇൻ്റർനാഷണൽ ക്യാമ്പസസ് ഇൻ ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റി. അപ്പോൾ ആഫ്റ്റർ ഓസ്ട്രേലിയയ്ക്ക് ശേഷം 2 UK യൂണിവേഴ്സിറ്റീസ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇൻ്റർനാഷണൽ ക്യാമ്പസസ് ഇൻ ഗുജറാത്തിലത്തെ ഗിഫ്റ്റ് സിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DPIIT ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഹാസ് എൻറ്റേർഡ് ഇൻ ടു എ സ്ട്രാറ്റജിക് അലയൻസ് വിത്ത് BOT ആൻ ഇന്ത്യൻ കമ്പനി ഇൻ ഓഡിയോ ആൻഡ് വെയറബിൾസ് മാർക്കറ്റ്. DPIIT ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് വിത്ത് പ്രൈവറ്റ് കമ്പനി ബോട്ട് ടു ഹെൽപ്പ് സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഐസാക് എക്കെ എലക്റ്റഡ് ആസ് എ തോങ്കാസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. ഐസാക് എക്കെ തോങ്കയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് എലക്റ്റ് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 27th December ആണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 27th December. The first ever International Day of Epidemic Preparedness held on 27th December 2020 was called by the United Nations General Assembly to advocate the importance of a prevention of a preparedness for partnership against epidemics. അപ്പോൾ ഇൻ്റർനാഷണൽ എപ്പിഡമിക് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 27th December ആണ്. അപ്പോൾ COVID-19 പാൻഡമിക് ഹാസ് അണ്ടർസ്കോർഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ സിസ്റ്റംസ് ടു പ്രിവെൻറ്റ്, ഡിറ്റക്ട് ആൻഡ് റെസ്പോണ്ട് ടു ഇൻഫെക്ഷ്യസ് ഡിസീസ് ഔട്ട്ബ്രേക്സ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.